ഹലോ, ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. വരുന്ന 18-ാം തീയതി കേരള സ്റ്റേറ്റ് അവാർഡുകൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അതിനിടയിൽ ഏറെയും ചർച്ചകൾ നമ്മൾ ചെയ്യുന്നത് മമ്മൂട്ടി, വിജയരാഘവൻ, മോഹൻലാൽ, ആസിഫ് അലി തുടങ്ങിയവരുടെ പേരുകളാണ്. മമ്മൂട്ടിക്ക് എന്തിന് അവാർഡ് കൊടുക്കണം? ഇത് പലരും പറയുന്നു, അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലരും എന്നല്ല, ചിലർ ചോദിക്കുന്ന ചോദ്യമാണ്. എന്തുകൊണ്ട് വിജയരാഘവന് കൊടുത്തുകൂടുക, അല്ലെങ്കിൽ ആസിഫ് അലിയാണ് ഏറ്റവും കൂടുതലായിട്ട് ആളുകൾ പറയുന്ന കാര്യം. ഇനി ആദ്യം തന്നെ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് വരാം. മോഹൻലാലിനെ ഇതിനകത്തിൽ കൊടുക്കരുത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുമുണ്ട്. ഞാൻ അതിനെയും സപ്പോർട്ട് ചെയ്യുന്നില്ല. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ്. നമുക്ക് മലൈക്കോട്ടെ വാലിബൻ എന്ന ചിത്രത്തിലേക്ക് കടന്നു വരാം. അവിടെ മോഹൻലാൽ ചെയ്ത കഥാപാത്രം മികച്ച രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹം ചെയ്തിരുന്നത്. നമുക്കറിയാം, മോഹൻലാൽ, മമ്മൂട്ടി തുടങ്ങിയുള്ള നടന്മാർ, ആ സീനിയർ ആക്ടേഴ്സ് എന്ത് ചെയ്യുമ്പോഴും അതിനൊരു പെർഫെക്ഷൻ ഉണ്ടാകാറുണ്ട്. അതിപ്പോൾ പടം പൊട്ടിപ്പൊളിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ ആളുകളുടെ പ്രതീക്ഷയ്ക്ക് എത്താത്ത കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം. പക്ഷേ അവരുടെ അഭിനയം അവർ മികച്ചു തന്നെയാണ്. അതായത് ഒരു സംസ്ഥാന അവാർഡിൽ പരിഗണിക്കാനുള്ള എല്ലാ ഫാക്ടറും മോഹൻലാലിൻ്റെ കയ്യിലും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ മത്സരിക്കുന്നത് മമ്മൂട്ടി, വിജയരാഘവൻ എന്നിവരാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മമ്മൂട്ടിക്ക് തന്നെയാണ്, അല്ലെങ്കിൽ വിജയരാഘവനാണ് ആ ഒരു ക്യാരക്ടറിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു ഇമ്പം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ എല്ലായിടത്തും വന്നിരിക്കുന്നത്. ഇനി വിജയരാഘവൻ്റെ കേസിലേക്ക് നമുക്ക് കടന്നു വരാം. വിജയരാഘവൻ്റെ കേസിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമുക്ക് എടുത്തു പറയാനുള്ളത് മികച്ച പെർഫോമൻസ് തന്നെയാണ് കിഷ്കിന്ധാകാന്ഡം എന്ന ചിത്രത്തിൽ അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആസിഫ് അലി ആണോ അല്ലെങ്കിൽ വിജയരാഘവനാണോ നായകൻ എന്ന് ചോദിച്ചാൽ തീർച്ചയായും അവിടെ ഒരു കൺഫ്യൂഷൻ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. മൂന്നാം പക്കം എന്ന സിനിമ കാണുമ്പോൾ അതിനകത്തിൽ ജയറാം നായകനും അതിനകത്തിൽ ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചിരുന്നത് തിലകൻ ചേട്ടനുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാം. ഇനി ക്യാരക്ടറിലേക്ക് കടന്നു വരികയാണെങ്കിൽ എടുത്തു പറയാനുള്ളത് മികച്ച പെർഫോമൻസ് തന്നെയാണ് വിജയരാഘവൻ അവിടെ ചെയ്തിരുന്നത്. പക്ഷേ വിജയരാഘവൻ്റെ ഇതിന് മുമ്പുള്ള പല കഥാപാത്രങ്ങളെ നമ്മൾ വെച്ച് നോക്കുമ്പോൾ അതിന് അത്രത്തോളം ഉള്ള ഒരു ആകർഷണീയത ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് പൂക്കാലം എന്ന ചിത്രം തൊട്ട് മുൻപ് ചെയ്ത വർഷം, അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ വർഷം ചെയ്തത് ഇതിലും മികച്ച ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ചേറാടിക്കറിയ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കഥാപാത്രമുണ്ട്. ആ ഒരു കഥാപാത്രത്തിൻ്റെ നിഴൽ പോലുമില്ല ഈ ഒരു കഥാപാത്രം എന്നുള്ളതാണ് എൻ്റെ ഭാഷ്യവും. അത് പലർക്കും പല രീതിയിലുണ്ടാവാം. നിങ്ങൾക്കും അതൊരു അനാലിസിസ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കും അതിലൊരു ചർച്ചയായിട്ട് കമൻസിലൂടെ പറയാം. എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കണം എന്നുള്ളതിന്, അല്ലെങ്കിൽ കൊടുക്കരുത് എന്നൊക്കെയുള്ളൊരു ചോദ്യത്തിന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ഇത് തന്നെയാണ്. ഈ ഒരു സിനിമയിൽ, അതായത് ഭ്രമയുഗം എന്ന സിനിമയിൽ സാധാരണ മമ്മൂട്ടി ചെയ്തതോ അല്ലെങ്കിൽ ഇതുവരെ മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളായിട്ട് യാതൊരു ടച്ചുമില്ല. അതിൻ്റെ മുകളിലേക്ക് പോകുന്ന ഒരു ചിത്രം കൂടി തന്നെയാണ്. ഇവിടെ നമുക്ക് ഡയറക്ടറും അല്ലെങ്കിൽ നമുക്ക് സിനിമ കണ്ടവർക്കുമൊക്കെ അറിയാവുന്ന ഒരു കാര്യം, ഇത് ഒരു പ്രത്യേക തരം ക്യാരക്ടറായിട്ട് തന്നെയാണ് മമ്മൂട്ടി ചെയ്തിരിക്കുന്നത്. കൊടുമൺ പോറ്റിയായിട്ട് അവതരിപ്പിച്ച് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു ചാത്തനാണ് എന്നുള്ളത്. ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇമോഷൻ ഒന്നുമില്ലാത്ത ഒരു സംഭവമായിട്ട് തന്നെയാണ് ഡയറക്ടർ അടക്കം തന്നെ പറയുന്നത്. അതായത് ആ ഒരു ക്യാരക്ടറിന് പ്രത്യേകിച്ച് യാതൊരു വികാരങ്ങളോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് യാതൊരു സെൻസിറ്റിവിറ്റിയോ ഇല്ല. എല്ലാം വേറൊരു ഒരു ഇൻസ്ട്രുമെൻറ്റ് ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത് മമ്മൂട്ടി വളരെയധികം ഗംഭീരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. തുടക്കം മുതൽ സൂക്ഷ്മമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ആദ്യ കാഴ്ചയിൽ സിനിമ കാണുമ്പോൾ കൊടുമൺ പോറ്റിയെ കാണുന്നു, അവസാനം വരുമ്പോൾ ഞെട്ടിത്തെറിച്ച് ഇത് ചാത്തനാണല്ലോ എന്ന് ചിന്തിച്ച് പോകുന്ന ഒരു കാര്യം ഒന്ന് മാറ്റി വെച്ചാൽ, രണ്ടാമതോ മൂന്നാമതോ ആ സിനിമയൊന്ന് അനാലിസിസിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒന്ന് പഠനത്തിന് വേണ്ടി നമ്മൾ എടുക്കുകയാണെങ്കിൽ തീർച്ചയായും തുടക്കം മുതൽ മമ്മൂട്ടിയിൽ ആ ചാത്തൻ്റെ പ്രകടനം വിരലുകളിലും അതേപോലെ തന്നെ മുഖത്തെ ചേഷ്ടകളിലും നടപ്പിലും നിൽപ്പിലും നോട്ടത്തിനും സൗണ്ടിൽ പോലും നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇമോഷണൽ ഫീലിംഗ് ഇല്ലാത്ത ഒരു ക്യാരക്ടർ തന്നെയാണ് അത് ചെയ്തത്. അത് വളരെ മനോഹരമായി മൈന്യൂട്ട് ആൻഡ് ഡീറ്റെയിൽഡ് ആക്ടിങ്ങിലൂടെ മമ്മൂട്ടി അത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. മമ്മൂട്ടി അത് ചെയ്തതിനകത്തിൽ വലിയ അത്ഭുതങ്ങളൊന്നുമില്ല. 50 വർഷത്തെ എക്സ്പീരിയൻസാണ്. ഈ പറഞ്ഞ നമ്മൾ എടുത്തു പറഞ്ഞ ആളുകളിൽ വിജയരാഘവനാണെങ്കിലും 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, മമ്മൂട്ടിക്കാണെങ്കിലുമുണ്ട്, മോഹൻലാലിനുമുണ്ട്. ഇവർക്കെല്ലാവർക്കും 50 വർഷത്തെ എക്സ്പീരിയൻസ് ഒന്നും രണ്ടുമല്ല എന്നുള്ളതാണ്. ഇനി ഇവരോട് മത്സരിക്കുന്ന ബാക്കിയുള്ളവരാണെങ്കിലും 10-15 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ആരും ഒരു 2-3 വർഷം എക്സ്പീരിയൻസ് ഉള്ള നടന്മാരൊന്നുമല്ല. തിരിച്ച് നമ്മൾ കൊടുമൺ പോറ്റി അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ്റെ ചേഷ്ടകൾ കാണിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു രീതിയിലേക്കുള്ള ഒരു ചാത്തൻ എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് ചാത്തനാണ്, പക്ഷേ മനുഷ്യനാകാൻ കാണിക്കുന്നു. മനുഷ്യരുടെ കണ്ണിൽ പൊടിയിട്ട് മനുഷ്യനാണ്, പക്ഷേ ആ കുറവുകൾ അതിനകത്തിൽ സ്പഷ്ടമായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ചില സമയങ്ങളിലെ ആ ഒരു ചാത്തൻ്റെ നോട്ടം അത് മനുഷ്യനല്ല എന്നുള്ളത് സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ കഴിയും. പക്ഷേ
അതിനകത്തിൽ തന്നെ പറയുന്ന പോലെ തന്നെ പലപ്പോഴും കബളിപ്പിക്കുക അല്ലെങ്കിൽ ചതിക്കുക എന്നുള്ളതായിരുന്നു ആ ഒരു ചാത്തൻ്റെ ആവശ്യം. അതായത് മനുഷ്യനെ മനസ്സിലാക്കാതിരിക്കുക. അതിന് വേണ്ടിയിരുന്നത് അതിൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളെയായിരുന്നു. അത് കിട്ടാത്തവരെയാണ് കൊന്നിരുന്നത്. അത് കഥയുടെ കാര്യമാണ് പറയുന്നത്. പക്ഷേ അതെല്ലാം നമുക്ക് മമ്മൂട്ടിയിൽ നിന്ന് പൂർണ്ണമായും ലഭിക്കുന്നു. ഒരു സമീപകാലത്ത് എന്നല്ല, മമ്മൂട്ടിയുടെ കരിയറിലെ തന്നെ ഒരുപക്ഷെ വിധേയനൊക്കെ മുകളിൽ നിൽക്കുന്ന ഏറ്റവും മികച്ചതായി എനിക്ക് തോന്നിയിട്ടുള്ള വിധേയൻ എന്നുള്ള ചിത്രം തന്നെയാണ്. പൊന്തന്മാട വിധേയൻ എന്നുള്ള ചിത്രങ്ങളാണ് അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരു ചിത്രമായിട്ട് തന്നെ തോന്നി. ഇനി ബാക്കി എല്ലാ സിനിമകളിലും നമുക്ക് ഇതിനോടൊപ്പം മത്സരിക്കുന്ന സിനിമകളിലെല്ലാം സാധാരണക്കാരുടെ കാര്യങ്ങളാണെങ്കിൽ ഇതൊരു എക്സ്ട്രീംലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു അറ്റംപ്റ്റും ഒരു പരീക്ഷണവുമൊക്കെയായിരുന്നു. ആ പരീക്ഷണത്തിൽ 100% മമ്മൂട്ടിക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടി എന്ന കഥാപാത്രം അല്ലെങ്കിൽ ഒരു വ്യക്തിക്കപ്പുറം നമ്മൾ ഒരു കഥാപാത്രത്തെ കാണാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ. അവിടെ കൊടുമൺ പറ്റിയായിട്ട് വരുമ്പോൾ പലരും മനസ്സിൽ ആദ്യം വന്നത് മാടമ്പള്ളിയിലെ കാരണവരായി ഇതെങ്ങനെ ഒന്ന് പ്രതിഷ്ഠിച്ചുവെങ്കിൽ എന്നുള്ളതാണ്. പക്ഷേ അതൊക്കെ കവർ ചെയ്ത് ആ ഒരു ചാത്തൻ്റെ രീതികൾ, ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ പോലും അതിന് ആ ഒരു മാറ്റം മമ്മൂട്ടിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഭക്ഷണം തന്നത് ദൈവമാണല്ലോ എന്ന് പറയുമ്പോൾ അതിന് മാറുന്ന മുഖഭാവങ്ങളൊക്കെ അത് സൂക്ഷ്മമായി നോക്കുകയാണെങ്കിൽ അതിഗംഭീരമെന്നാണ്. സൂക്ഷ്മമായി നോക്കിയില്ലെങ്കിൽ പോലും സാധാരണക്കാരൻ്റെ കണ്ണിലും അത് അതിമനോഹരമായും അതിഗംഭീരവുമായിരുന്നു. ഇനി ആസിഫ് അലിയുടെ കാര്യങ്ങളിലേക്ക് കടന്നു വരികയാണെങ്കിൽ, ആസിഫ് അലിയുടെ മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെയായിരുന്നു. അല്ലെങ്കിൽ 4 സിനിമകളുണ്ട്, അതിനകത്തിൽ 2 സിനിമകൾ മികച്ച രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ്. അങ്ങനെ 4 സിനിമകൾ ചർച്ച ചെയ്യുകയാണെങ്കിൽ മമ്മൂട്ടിയുടെയും ഉണ്ട് 2 ചിത്രങ്ങൾ. മമ്മൂട്ടി എന്നുള്ള ലെവലിൽ തന്നെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ടർബോ എന്ന ചിത്രം കൂടെ പരിഗണിച്ചാൽ 1ഉം 2ഉമായിട്ട് 2 നല്ല ഡിഫറൻസ് ഉള്ള ചിത്രങ്ങൾ തന്നെയാണ്. അപ്പം ഒരെണ്ണം പക്ക കൊമേഴ്ഷ്യലായിട്ട് അടിപിടിയാണെങ്കിൽ ഇത് പക്ക ആർട്ടിസ്റ്റിക് വാല്യൂം അല്ലെങ്കിൽ സൂക്ഷ്മ അഭിനയത്തിന് അങ്ങേയറ്റം പോകുന്ന ചിത്രവുമായിരുന്നു. ഇനി ഇതുവരെ അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു പരിഗണനയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസിഫ് അലിയിലേക്ക് എത്തുന്നത്. എന്നിരുന്നാലും നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നു, ഒരു കോമ്പറ്റീഷൻ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആസിഫ് അലിയും വിജയരാഘവനും തമ്മിലുള്ളതാണ് എന്നുള്ളത് തന്നെയാണ്. മമ്മൂട്ടി എന്താണേലും അതിൻ്റെയൊക്കെ മുകളിലേക്ക്, അല്ലെങ്കിൽ മമ്മൂട്ടി എല്ലാം കൊടുമൺ പോറ്റി അല്ലെങ്കിൽ ആ ചാത്തനായി അവതരിപ്പിച്ച കഥാപാത്രം അതിൻ്റെയൊക്കെ മുകളിൽ നിൽക്കുകയാണ്. കാരണം കഴിഞ്ഞ ഒരു ദശാബ്ദമോ 2 ദശാബ്ദമോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് മലയാളത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. നൻപകൽ നേരത്ത് മയക്കവുമായി പലരും വരുമായിരിക്കാം. പക്ഷേ നൻപകൽ നേരത്ത് മയക്കം വേറൊരു സാധാരണക്കാരുടെ ലെവലിൽ പോകുന്നു. അല്ലെങ്കിൽ 2 കാറ്റഗറിയിലേക്ക് ഒരു മാറ്റം വരുന്നത്, ഒരു മലയാളിയിൽ നിന്ന് തമിഴിലേക്കുള്ള മാറ്റം, ഒരു മുണ്ട് ഉടുക്കുന്ന വേളയിൽ മാറുന്ന ആ ഒരു മാറ്റം, അത് അതിഭയങ്കരമായ ട്രാൻസ്ഫോർമേഷനാണ്. അതിൻ്റെ ഒക്കെ മുകളിൽ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ തന്നെയാണ് ഇവിടെ. ട്രാൻസ്ഫോർമേഷൻ അല്ല, ഒന്ന് മനുഷ്യനെ കബളിപ്പിക്കുന്ന ചാത്തനായി മമ്മൂട്ടി ത്രൂ ഔട്ട് പോകുമ്പോൾ ഒരിക്കൽ പോലും ചാത്തനിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ മാറിയിട്ടില്ല. കാണികളുടെ മുന്നിലും അതിനകത്തിൽ ഉള്ള ബാക്കിയുള്ള മനുഷ്യരിൽ നിന്നും, ആക്ടേഴ്സ് എന്നല്ല പറയേണ്ടത്, കാരണം അതിനകത്തിൽ ഉള്ള ജീവികളിൽ നിന്നും ആ ഒരു കണ്ണിൽ പൊടിയിട്ട് മാറുന്ന ഒരു കാഴ്ച. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു തീർച്ചയായും മമ്മൂട്ടിക്ക് തന്നെയാണ് അവാർഡ് ലഭിക്കേണ്ടതെന്നല്ല, മമ്മൂട്ടിക്ക് തന്നെയായിരിക്കും അവാർഡ് ലഭിക്കും എന്നുള്ളത് ഉറപ്പിക്കുകയുമാണ്. നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് കാര്യങ്ങൾ പറയാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം, ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തീർച്ചയായും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കമൻസുകൾ പറയാം. നിങ്ങളുടെ നല്ല ലെവലിലുള്ള കമൻസുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വെച്ച് നമ്മൾ മറ്റൊരു വീഡിയോയിലേക്ക് വരുന്നതായിരിക്കാം. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് പറയാം. സാധാരണ വെറുതെ പറയുന്ന പോലെ മമ്മൂട്ടിക്ക് കൊടുക്കണം അല്ലെങ്കിൽ ആസിഫ് അലിക്ക് കൊടുക്കണം എന്നുള്ള ചർച്ചയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് നല്ല ലെവലിൽ ഇതേ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങളുടെ മനസ്സിൽ എന്തുകൊണ്ടായിരിക്കാം മോഹൻലാലിനാണെങ്കിൽ മോഹൻലാലിന്, അല്ലെങ്കിൽ വിജയരാഘവനാണെങ്കിൽ വിജയരാഘവന്, ആർക്കാണ് കൊടുക്കണം എന്നുള്ള നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നതും കമൻസിലൂടെ പറയുമെങ്കിൽ അതും ഒരു ചർച്ചയായി നമുക്ക് വരാവുന്നതാണ്.